ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം നിർബന്ധമായിട്ടും. സ്ട്രെയിറ്റ് ലൈൻസ് എന്നുള്ള ചാപ്റ്ററിലെ സ്ട്രെയിറ്റ് ലൈൻസ് എല്ലാം ഒറ്റ വീഡിയോ മനസ്സിലാക്കാം. സബ്സ്ക്രൈബ് ചെയ്തില്ല ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം മക്കളെ. ഏറ്റവും ബെസ്റ്റ് മാത്സ് ക്ലാസ്സും അതേപോലെ സയൻസിലെ എല്ലാ ക്ലാസ്സും വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൊമേഴ്സിനാണ് വേറെ കൊമേഴ്സ് ചാനലുണ്ട്. ഈ വീഡിയോ മൊത്തം കാണാൻ ഇപ്പം തന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അങ്ങനെയാണ് നിങ്ങളുടെ സ്ട്രെയിറ്റ് ലൈൻസ് ഞാനൊരു 10 മാർക്ക് ഫ്രീ എടുത്ത് തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം സ്ട്രെയിറ്റ് ലൈൻസിൽ എന്തൊക്കെയാണ് സ്ട്രെയിറ്റ് ലൈൻ എല്ലാം മനസ്സിലാക്കി പഠിക്കാം. ഇവിടെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നോട്ട്സ് കാണാൻ പറ്റും. പെർപെൻഡിക്കുലർ ലൈൻ സ്ലോപ്പ് വെച്ചിട്ടുള്ള സംഭവം. അതേപോലെ നിങ്ങൾക്ക് ഫോംസ് ഓഫ് ഇക്വേഷൻ പഠിക്കണം. പോയിന്റ് സ്ലോപ്പ്, 2 പോയിന്റ് സ്ലോപ്പ്, ഇന്റർസെപ്റ്റ് ആൻഡ് ഇന്റർസെപ്റ്റ് ഫോം പഠിക്കണം. ജനറൽ അവസാനം പഠിക്കണം. ഒറ്റൊരു വീഡിയോയിൽ മൊത്തം പഠിക്കാൻ പറ്റുമെങ്കിൽ സെറ്റായില്ലേ? സോ ഇപ്പം തന്നെ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്യണം. ഫസ്റ്റ് കമൻറ്റ്, സെക്കൻഡ് കമൻറ്റ്, തേർഡ് കമൻറ്റ്. നിങ്ങൾ എത്രാമത്തെ വ്യൂ ആണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇത്ര ടൈപ്പ് ലൈനുകളാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്, എക്സാമിന് വരുന്നതും. ഒന്ന് മനസ്സിലാക്കിയാൽ ദിസ് ഈസ് ദ ഈസിയസ്റ്റ് ടോപ്പിക് ആൻഡ് ദ ബെസ്റ്റ് ടോപ്പിക്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ടോപ്പിക്കാണ്, ഏറ്റവും ഇഷ്ടമുള്ള ചാപ്റ്ററാണ്. എനിക്കത് മനസ്സിലായതുകൊണ്ട് വളരെ സിമ്പിളാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കി നിങ്ങളെ പഠിപ്പിച്ചു തരാം. പിന്നെ ഒരു ക്വസ്റ്റിനും നിങ്ങൾ ആൻസർ എഴുതാതെ പോവില്ല. ഓക്കെ, ഫസ്റ്റ് സാധനം ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ലൈൻ. ഹൊറിസോണ്ടൽ എന്ന് പറയുമ്പോൾ എന്താ? ഹൊറിസോണ്ടൽ എന്ന് പറയുമ്പോൾ കുറേ ആൾക്കാർക്ക് അറിയില്ല, ഞാൻ പറഞ്ഞുതരാം. ഞാൻ പഠിച്ചു വെച്ചത് ഇങ്ങനെ കേട്ടോ. ഹൊറിസോണ്ടൽ ഉണ്ട്, വെർട്ടിക്കൽ ഉണ്ട്. നിങ്ങൾ ഹൊറിസോണ്ടലിന് ഇങ്ങനെ ഒരു വര കണ്ട്, ഈ വര, അതുകൊണ്ട് ഹൊറിസോണ്ടൽ ഇങ്ങനെ എക്സ് ആക്സിസിൻ്റെ സൈഡാണ് ഹൊറിസോണ്ടൽ. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ തന്നെ വരച്ചുതരാം ഹൊറിസോണ്ടൽ ലൈനിൻ്റെ പ്രത്യേകത എന്താണ്. ഓക്കെ, ഇതാണ് ഹൊറിസോണ്ടൽ ലൈൻ. ഓക്കെ, ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറയുമ്പോൾ എക്സ് ആക്സിസിനോട് പാരലൽ. ഞാൻ ഇവിടെ എഴുതിത്തരാം. ഹൊറിസോണ്ടൽ ലൈനിൻ്റെ പ്രത്യേകത എന്താണ്? ഹൊറിസോണ്ടൽ ലൈനിൻ്റെ പ്രത്യേകത പാരലൽ ടു എക്സ് ആക്സിസ്. എക്സ് ആക്സിസിനോട് സമാന്തരമായി വരിക. അതേസമയം എന്താണ് വെർട്ടിക്കൽ ലൈനിൻ്റെ പ്രത്യേകത എന്താണ്? വൈ ആക്സിസിനോട്. ഓക്കെ, അപ്പം നിങ്ങൾ അടുത്ത ചാപ്റ്ററിലൊക്കെ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പാരലൽ ടു വൈ ആക്സിസ്. ഓക്കെ, അപ്പോൾ ഞാൻ മഞ്ഞ കളറിൽ നിങ്ങൾക്ക് ഒരു വെർട്ടിക്കൽ ലൈനും കാണിച്ചു തരാം. ഓക്കെ, സംഭവം വളരെ സിമ്പിളാണ്. 10ാം ക്ലാസ് നിങ്ങളൊക്കെ കണ്ടിട്ടുള്ള സംഭവം. ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ലൈൻ പെട്ടെന്ന് അങ്ങ് പഠിക്കാം. ഈ ഹൊറിസോണ്ടൽ ലൈനിൻ്റെ പ്രത്യേകത ഞാൻ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ടൊന്ന് പറഞ്ഞുതരാം. നിങ്ങൾ വിചാരിക്കും ഹൊറിസോണ്ടൽ ലൈൻ, ഓക്കെ, ഇത് നോക്കിയേ, എക്സ് ആക്സിസിനോട് പാരലാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എക്സ് ഇസ് ഈക്വൽ ടു ഒരു നമ്പർ. മക്കളെ, എക്സ് ആക്സിസിനോട് പാരലായ ലൈൻ എന്ന് പറയുമ്പോൾ അയാളുടെ വൈ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഈ എക്സ് ഇത് നോക്കിയേ, ഇവിടെ നോക്കാം. ഇതിൻ്റെ ഒരു പോയിന്റ് ഞാൻ പറയാം. ഇതിപ്പോൾ ലെറ്റ്സ് സേ 0,2 ആണ്. 0,2 ഇതെന്തായിരിക്കും? 1,2. ഇതെന്തായിരിക്കും? 2,2. ഇതെന്തായിരിക്കും? 3,2. അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇങ്ങോട്ടാണ് -1,2. അപ്പോൾ ഇതിൻ്റെ ഈ ലൈൻസിൻ്റെ പ്രത്യേകത എന്താണ്? ഈ പോയിൻറ്റ്സിൻ്റെ എല്ലാത്തിനും വൈ കോർഡിനേറ്റ് രണ്ടാമത്തെ ആളെല്ലാം 2 ആണ്. അതുകൊണ്ട് എനിക്ക് ഈ ലൈനിനെ പറ്റി പറയാം. y ഈസ് ഈക്വൽ ടു വൈ ആട്ടോ, രണ്ടാമത്തെ കോർഡിനേറ്റ് 2 ആയതുകൊണ്ട് y ഈസ് ഈക്വൽ ടു 2 കൂടെ പാസ് ചെയ്യുന്ന എക്സ് ആക്സിസിനോട് പാരലായ എന്ത് ലൈൻ? ഹൊറിസോണ്ടൽ ലൈൻ. ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറയുമ്പോൾ y ആയിട്ട് ഈക്വലാണ്. നിങ്ങൾ വരച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇതേ സാധനം നമുക്ക് ഇവിടെ നിന്ന് ട്രൈ ചെയ്താൽ ഇത് നോക്കി, ഇത് 1 ആണെന്ന് ചോദിച്ചു കേട്ടോ. നോക്കിയാൽ അപ്പം 1,0 ഇതെന്താ? 1,1 1,2 1,3 1,4. ഇവിടെ എക്സ് കോർഡിനേറ്റ് എല്ലാം സെയിം അല്ലേ? 1,-1 1,-2 അങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, അതിൽ വൈ ആക്സിനോട് പാരലായ ലൈൻ എന്താണ്? ഇവിടെ 1 കൂടെ പാസ് ചെയ്യാൻ എനിക്ക് പറയാൻ പറ്റും. ഇതിൻ്റെ വൈ അല്ല, എന്താണ്? എക്സ് എപ്പോഴും എന്താണ്? 1 ആണ്. ഓക്കെ, അപ്പോൾ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ലൈൻ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള ലൈൻ എക്സ് ആക്സിസിനോട് പാരലാണെങ്കിൽ വൈ ഈസ് ഈക്വൽ ടു ഒരു നമ്പർ, വൈ ആക്സിസിനോട് പാരലാണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു ഒരു നമ്പർ. ഇതാണ് ഏറ്റവും സിമ്പിൾ സംഭവം. അപ്പോൾ നമ്മൾ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കഴിഞ്ഞു കേട്ടോ. ഇത് കഴിഞ്ഞു. ഇനി പോയിന്റ് സ്ലോപ്പ്. ഓക്കെ, പേര് ശ്രദ്ധിക്കുക, പോയിന്റ് സ്ലോപ്പ്. അപ്പോൾ ഒരിക്കലും എക്സാമിൽ നിങ്ങൾ പോയിന്റ് സ്ലോപ്പ് ഫോം കണ്ടുപിടിക്കാൻ പറയില്ല. പോയിന്റ് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു പോയിന്റ് തരും. ഓക്കെ, ഒരു ലൈനിനെ പറ്റി പറയുകയാണെങ്കിൽ അത് എവിടെ വേണേ ഉണ്ടാവും അല്ലേ? നോക്കി, ഈ ലൈൻ എവിടെ വേണേ ഉണ്ടാവുക, അതിനൊരു പ്രത്യേക ഒരു ആങ്കർ പോയിന്റ് ഇല്ല. ഞാൻ പറയുകയാണ് ഇതേ ലൈൻ ഇവിടെ കൂടെ പാസ് ചെയ്യുന്നു. ഈ പോയിന്റിനെ ഞാൻ പേരിടുക ഒരു പോയിന്റ് ഉള്ളതുകൊണ്ട് നമ്മളിപ്പോൾ x0 y0 എന്ന് കേട്ടോ. ഈ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുമെന്ന് ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ അവിടെ ഒരു സ്ഥിരത കിട്ടിയില്ലേ? ഈ ലൈൻ ഇങ്ങനെ പറന്ന് നടക്കുന്നതിന് പകരം ഞാൻ പറയുന്നത് ഈ പോയിന്റിൽ കൂടെ പാസ് ചെയ്യാണ്. ഓക്കെ, പക്ഷേ ഈ ലൈനിന് വേറൊരു പ്രത്യേകത ഉണ്ട്. ഇതിലൊരു ചെരിവും ഉണ്ട് അല്ലേ? ഈ ചെരിവ്. ഓക്കെ, ചെരിവ് ഞാൻ ഇങ്ങനെ ഇങ്ങോട്ട് മാറ്റിയില്ല. അപ്പം ഈ ചെരിവുള്ള ഈ ലൈൻ, ഈ സ്ലോപ്പുള്ള ലൈൻ ഇവിടെ പോകുന്നതിന് പകരം ഈ പോയിന്റ് കൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് പറയാം ഈ ലൈനിൻ്റെ പോയിന്റും സ്ലോപ്പും എനിക്കറിയാം. അതിലൊരു ഇക്വേഷൻ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ ക്വസ്റ്റ്യനിൽ എന്താണ് തന്നിരിക്കുന്നത്? പോയിന്റ് തന്നു, വിച്ച് ഇസ് x0 y0. അതാണ് പോയിന്റ്. ആൻഡ് സ്ലോപ്പ് എന്താണ്? എപ്പോഴും നമുക്കറിയാം m. ഇത് രണ്ടും തന്നാൽ, ഒരു കോർഡിനേറ്റും അതേപോലെ തന്നെ സ്ലോപ്പും തന്നാൽ നമ്മൾ എങ്ങനെയാണ് ഇക്വേഷൻ കണ്ടുപിടിക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. വളരെ സിമ്പിൾ. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. നിങ്ങൾക്ക് സ്ലോപ്പിൻ്റെ ഫോർമുല അറിയാം അല്ലേ? എന്താണ് സ്ലോപ്പിൻ്റെ ഫോർമുല? എപ്പോഴും m = y2 - y1 / x2 - x1. ഞാൻ നിങ്ങളോട് പറയുകയാണ്,
ഒരു പോയിന്റ് അവർ തന്നു, ഒരു പോയിന്റ് നമുക്ക് ജനറൽ ആയിട്ട് എടുക്കാം. ജനറൽ ഇത് x1 x2 എന്നല്ല, വെറും എക്സ്. ഓക്കെ, എക്സ് കോമ വൈ എന്നുള്ള ഒരു ജനറൽ പോയിന്റ്. കാരണം 2 പോയിന്റ് വേണം സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള. ഇങ്ങനെയല്ല, ഇങ്ങനെ അല്ലേ, ഇങ്ങനെയല്ല, ഇങ്ങനെ 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 കിട്ടി ഈ ലൈൻ. ഓക്കെ, ആ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2 പോയിന്റ് എടുത്തു. ഇനി നിങ്ങൾ ആകെ ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട. എക്സ് വൈ എന്നുള്ളൊരു ജനറൽ പോയിന്റ് ഉണ്ട്. ഇത് നമുക്ക് തന്നിരിക്കുന്ന ഒരു നമ്പർ 2,3 or 4,3. ഇനി സ്ലോപ്പ് ഇക്വേഷൻ കൊണ്ട് എടുത്തിട്ട് സ്ലോപ്പ് ഇക്വേഷനിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ആൻസർ എഴുതാം. m = y2 - y1 / x2 - x1. ഇവിടെ y2 y1 ഒന്നുമല്ല. അപ്പോൾ നമുക്ക് ആ നമ്പേഴ്സ് ഒന്ന് ഞാൻ മാറ്റി ഒന്നുകൂടി എഴുതാം. y - y0 / x - x0. ഓക്കെ, ഈ പോയിന്റുകളും ഈ പോയിന്റും തമ്മിലുള്ള സ്ലോപ്പ് കണ്ടുപിടിച്ചു കഴിയും. ഇതാണ് പോയിന്റ് സ്ലോപ്പ് ഫോം. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം, എത്രയേ ഉള്ളൂ സംഭവം. നിങ്ങൾ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ നോക്കുക, അത്രേ ഉള്ളൂ. ഇതാണ് പോയിന്റ് സ്ലോപ്പ് ഫോം. ഇനി നിങ്ങൾക്ക് ഒരു ലൈനിൻ്റെ ഇക്വേഷനായിട്ട് കാണാൻ വേണ്ടി തോന്നുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, താഴത്തെ ഡിനോമിനേറ്റർ ഇയാൾ എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്താണ് കിട്ടുക? നിങ്ങൾക്ക് കിട്ടും m എഴുതി കാണിച്ചാൽ m × x - x0 = y - y0. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ബൈ ഹാർട്ട് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇതെങ്ങനെ നിങ്ങൾക്ക് കിട്ടിയെന്നുള്ള കാര്യം, പോയിന്റ് തന്നു, സ്ലോപ്പ് തന്നു, ഞാനൊരു ഇക്വേഷനിൽ എടുത്തിട്ടു. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഇവിടെ എക്സും വൈയും തന്നെ ആയിട്ട് നിൽക്കും, അത് നമ്പർ ആവില്ല. x0 y0 ഓരോ നമ്പർ ആവും. ഓക്കെ, ഇതാണ് പോയിന്റ് സ്ലോപ്പ് ഫോം. പോയിന്റ് തന്നിട്ടുണ്ടാവും, സ്ലോപ്പ് തന്നിട്ടുണ്ടാവും, നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ നോക്കുന്നു. ഒരു സിമ്പിൾ ചോദ്യം ചെയ്യാം ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ ത്രൂ, ഇതാണ് തന്നിരിക്കുന്നത് നമുക്ക് പോയിന്റ്. എന്താണ് പോയിന്റ് മക്കളെ? ഇതാണ് x0 y0. x0 y0 എന്താണെന്നത് 3,1 അതേപോലെ സ്ലോപ്പ് എന്താണെന്നത് m = -1. ഓക്കെ, നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. പോയിന്റ് സ്ലോപ്പ് ഫോം ഓർമ്മയില്ലാത്തവർക്ക് പറഞ്ഞാൽ m = y - y0 / x - x0. ഇത്രേ ഉള്ളൂ. ഇനി ഇതിൽ തന്നെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ മറ്റേ മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. m തന്നിട്ടുണ്ട് -1. y ഞാൻ അവിടെ തന്നെ നോക്കും, y മാറ്റുന്നില്ല. y - y0. y0 എത്രയാണ്? 1 ആൻഡ് x0 എന്ന് പറയുമ്പോൾ x - 3. ഇതാണ് ലൈനിൻ്റെ ഫോർമുല. ഇനി അത് നമുക്ക് സിംഗിൾ ഇങ്ങനെ കാണണമെങ്കിൽ രസത്തിന് ഞാൻ എന്ത് ചെയ്യുന്നു, ഇയാളെ കൊണ്ടുപോയിട്ട് ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ആൻസർ എന്താണ് വരിക ഞാൻ കാണിച്ചു തരാം. -1 × x - 3 = y - 1. ഇനി -1 ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 - x = y - 1. ഇതാണ് ഇക്വേഷൻ. ഇനി നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും, സാർ ഇവിടെ -1 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്, നമ്പേഴ്സൊക്കെ മാറ്റി സിമ്പിളാക്കി ചെയ്യണമെങ്കിൽ ഞാൻ ഒന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം കൂടി ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം. എക്സ് നെഗറ്റീവ് ആയിട്ട് നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം അല്ലേ. അപ്പോൾ എന്താണ് നമുക്ക് ആൻസർ കിട്ടുക? നമുക്ക് നോക്കാം. 3 ഇവിടെ, 3 ആ സൈഡിൽ തന്നെ വെക്കാം. ഓക്കെ, നമ്മൾ പിന്നെ ജനറൽ ഫോം പഠിക്കും. 3 ഇവിടെ തന്നെ, -1 ഇങ്ങോട്ട് വരുമ്പോൾ +1, വൈയും എക്സ് അങ്ങോട്ട് വരുമ്പോൾ +x. അപ്പോൾ എന്ത് കിട്ടും? 4 = x + y. ഇതാണ് ഇക്വേഷൻ ഓഫ് ദ ലൈൻ. ഈ ലൈനിൻ്റെ ഇക്വേഷൻ x + y = 4. കുറച്ചുകൂടി വൃത്തി എഴുതാണ്, x + y = 4. അത് എവിടെ നിന്ന് കിട്ടി? നമ്മുടെ പോയിന്റ് സ്ലോപ്പ് ഫോം നിന്ന് കിട്ടി. പോയിന്റ് വന്നു, സ്ലോപ്പ് വന്നു, ആ ഇക്വേഷനിലിട്ട് ആൻസർ കിട്ടി. ഓക്കെ, പോയിന്റ് സ്ലോപ്പ് ഫോം കഴിഞ്ഞു. നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യാം. ഓക്കെ, തന്നിരിക്കുന്ന പോയിന്റ് ഉണ്ട്, ഒരു സ്ലോപ്പ് ഉണ്ട്, നിങ്ങൾ ഇക്വേഷനിലിട്ട് ആൻസർ കമൻറ്റ് ചെയ്യണം, നിർബന്ധമായിട്ട് ചെയ്യണം, എന്നാലേ ഇത് പഠിക്കുള്ളൂ. പോയിന്റ് സ്ലോപ്പ് ഫോം കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ള 2 പോയിന്റ്. അപ്പോൾ നമുക്ക് ഒരു സ്ലോപ്പ് തന്നിട്ടില്ല, പക്ഷേ ഞാൻ പറയാണ്, ഇതാ മക്കളെ, ഈ പോയിന്റ് കൂടെ ഒരു ലൈൻ പോകാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറയാം, ഇങ്ങനെ ലൈൻ പോകാമല്ലോ സാർ, ഇങ്ങനെ ലൈൻ പോവാം, ഇങ്ങനെ ലൈൻ പോവാം, എങ്ങനെ കുറേ ലൈൻസ് പോകാൻ പറ്റും അല്ലേ, ഒരു സ്ഥിരതയില്ല. പക്ഷേ ഞാൻ പറയുകയാണ് നിങ്ങളോട് 2 പോയിന്റ് ഞാൻ തന്നു. ഈ 2 പോയിന്റിലും കൂടെ പോകുന്ന എത്ര ലൈൻ ഉണ്ട്? ആകെ ഒരു ലൈനുള്ളൂ. ഓക്കെ, 2 പോയിന്റിൽ കൂടെ പോകുന്ന ഒരേ ഒരു ലൈനുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ 2 പോയിന്റ് ഫോം പഠിക്കുന്നത്. ഓക്കെ, 2 പോയിന്റ് ഫോം. അപ്പോൾ 2 പോയിന്റ്സ് ഞാൻ പറഞ്ഞുതരാം. ക്വസ്റ്റ്യനിൽ എപ്പോഴും 2 പോയിന്റ് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ 2 പോയിന്റ് ഉള്ളതുകൊണ്ട് 2നും പേരിടാം. ഇതിനെന്താണ്? x1 y1. ഓക്കെ, x1 y1ഉം അതേപോലെ x2 y2. ഓക്കെ, 2 പോയിന്റ്. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. ഇതിൽ കൂടെ ഒരു ലൈൻ പോകുന്നു, സ്ലോപ്പ് ഒന്നും എനിക്കറിയില്ല. ഓക്കെ, ഇതാണ് നമുക്കുള്ളത്. ഇനി നമ്മളെപ്പോഴും എന്താണ്, ഒരു എക്സ്ട്രാ നമ്മുടെ ഒരു മാജിക് പോയിന്റ് ഇടും. അതെന്താണ്? xy. ഓക്കെ, അത് x0 y0 ഒരു നമ്പറും കൊടുക്കണ്ട. ഇനി നിങ്ങൾ കണ്ടുപിടിക്കേണ്ട 2 രീതിക്ക് ഇത് ചെയ്യാൻ പറ്റും. 2 പോയിന്റ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സ്ലോപ്പ് കണ്ടുപിടിക്കാം. അപ്പോൾ നിങ്ങൾ എഴുതുക m = y2 - y1 / x2 - x1. അത് സിമ്പിൾ. അപ്പോൾ നമുക്ക് m കിട്ടി, ഈ ലൈനിൻ്റെ സ്ലോപ്പ് കിട്ടി. ഇനി നിങ്ങൾ തൊട്ട് മുമ്പ് അല്ലേ പഠിച്ചത്, സ്ലോപ്പും ഉണ്ട്, ഒരു പോയിന്റ് ഉണ്ട്, പോയിന്റ് സ്ലോപ്പ് ഫോം ഇടാം അല്ലേ. ഇവിടെ നിങ്ങൾക്ക് m എന്നുള്ള നമ്പർ ഈ 2 പോയിന്റിൽ നിന്ന് കിട്ടും, സ്ലോപ്പ് കിട്ടി. ആ സ്ലോപ്പ് കൊണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് ഇതോ ഇട്ട ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇത് കിട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ പോയിന്റ് സ്ലോപ്പ് ഫോം ഇടാം. ഓക്കെ,
പോയിന്റ് സ്ലോപ്പ് ഫോർമുലയുടെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പോലെ സ്ലോപ്പ് കിട്ടി, ഏതെങ്കിലും ഈ പോയിന്റ് ഉപയോഗിക്കാം. ഇനി ചിലവർക്ക് 2 പോയിന്റ് എനിക്ക് ഒറ്റ ഇക്വേഷനിൽ ഉപയോഗിച്ച് ആൻസർ തെറ്റിക്കണം നിർബന്ധമുണ്ട്. അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ കോൺഫിഡൻ്റ് ആണ് മാത്രം ഈ മെത്തേഡ് ഉപയോഗിച്ചോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള സ്ലോപ്പും സെയിമാണ്. ഒരു സ്ട്രെയിറ്റ് ലൈൻ, ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ലേ, ഇങ്ങനെ ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ സ്ലോപ്പ് എല്ലായിടത്തും സെയിമാണ്. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള സ്ലോപ്പും ഇവിടുന്ന് ഇങ്ങോട്ടുള്ള സ്ലോപ്പും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ അതിനുള്ള ഫോർമുല പറഞ്ഞുതരാം. ശരിക്കും പറഞ്ഞാൽ രണ്ടും സെയിം ആണ്. y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 ഇസ് ഈക്വൽ ടു, ഇത് m ആണ്. ഓക്കെ, എന്താണ് ഞാൻ അടുത്ത് എഴുതാൻ പോകുന്നത്? y2 മൈനസ് y ആട്ടോ, ഈ പ്രശ്നം y ആണ്, ഇസ് ഈക്വൽ ടു x2 മൈനസ് x. ഓക്കെ, ഇത് ചെയ്താൽ കിട്ടും. ഓക്കെ, നിങ്ങൾ വിചാരിക്കുന്നത് എന്താ സംഭവം? സി, y2 മൈനസ് y1. ഓക്കെ, ഈ 2 പോയിൻ്റ് തമ്മിലുള്ള സ്ലോപ്പ് അതാണ് ഇവിടെ കണ്ടുപിടിച്ചത്. അത് കഴിഞ്ഞിട്ട് y2 മൈനസ് yയും x2 മൈനസ് xും. ഓക്കെ, അപ്പോൾ ഈ 2 സ്ലോപ്പ്, ഈ 2 പോയിൻറ്റും. അപ്പോൾ നമുക്ക് ഫോർമുല കിട്ടും. ഈ ഫോർമുല ഉപയോഗിക്കാം, ഇത് ഉപയോഗിക്കാം, ഏത് ഉപയോഗിച്ചാൽ ആൻസർ കിട്ടും. 2 പോയിന്റ് കിട്ടിയാൽ നിങ്ങൾ ലൈൻ ആക്കണം. അതിന് വേണ്ടിയിട്ട് ലൈൻ അടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ട് 2 പോയിന്റ് വന്നു. ക്വസ്റ്റ്യനിൽ 2 പോയിന്റ് തന്നു. ഇതാണ് നമുക്ക് പോയിന്റ് 1 എടുക്കാം, ഫസ്റ്റ് ബിന്ദു, ഇത് സെക്കൻഡ് ബിന്ദു. ഓക്കെ, ഞാൻ ആദ്യം നിങ്ങൾക്ക് പോയിന്റ് സ്ലോപ്പ് ഫോം വെച്ചിട്ടൊരു സിമ്പിൾ ബുദ്ധി വെച്ചിട്ട് കാണിച്ച ആൻസർ. ഓക്കെ, m ഇസ് ഈക്വൽ ടു, മക്കളെ ഇതിൻ്റെ സ്ലോപ്പ് എന്താണ്? y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ സെക്കൻഡ് പോയിന്റ് മൈനസ് 1. ഓക്കെ, x2 അതാണ് -1, പിന്നെ -3. അപ്പോൾ ആൻസർ എന്ത് കിട്ടി? 2/-4. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 2ഉം 4ഉം കട്ടായി 1/2 ആയി. പക്ഷേ മൈനസ് ഉള്ളതുകൊണ്ട് ഞാൻ ആ മൈനസ് മേലേക്ക് ഇടുന്നു. അപ്പോൾ ആൻസർ എന്താ? -1/2. സ്ലോപ്പ് -1/2. സ്ലോപ്പ് കിട്ടി, ഏതെങ്കിലും ഒരു പോയിന്റിലിട്ടാൽ പോയിന്റ് സ്ലോപ്പ് ഫോമായി. പോയിന്റ് സ്ലോപ്പ് ഫോം എങ്ങനെയായിരുന്നു ഓർമ്മയുണ്ടോ? ഇത്രേ ഉള്ളൂ. സ്ലോപ്പിൻ്റെ ഫോർമുല എടുക്കാം. m ഇസ് ഈക്വൽ ടു y മൈനസ് y0 ഡിവൈഡഡ് ബൈ x മൈനസ് x0. ഇവിടെ ഞാൻ 3, 2 എടുക്കാം, 2 പോസിറ്റീവാണ്. ഓക്കെ, പോസിറ്റീവ് നമ്പേഴ്സ് എടുക്കുമ്പോൾ രസമാണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? -1/2. സ്ലോപ്പ് ഇസ് ഈക്വൽ ടു y മൈനസ് എന്താണ് y0 എന്ന് പറയുമ്പോൾ 2 ആൻഡ് x മൈനസ്. ഓക്കെ, x മൈനസ് എന്താണ്? x0, അതാണ് 3. ഓക്കെ, ഇനി ഒരു ലൈൻ പോലെ തോന്നണമെങ്കിൽ ഞാൻ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു ലൈനൊക്കെ വരയ്ക്കുന്നു. ഞാനൊരു പുതിയ കളർ എടുത്ത് നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, -1/2 ഇസ് ഈക്വൽ ടു y മൈനസ് 2 ഡിവൈഡഡ് ബൈ x മൈനസ് 3. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? -x മൈനസ് 3യും 2 y മൈനസ് 2. ഓക്കെ, അത് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് കിട്ടും 3 - x. ഓക്കെ, മൈനസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്തു, 2y മൈനസ് 4. ഓക്കെ, ഇനി എന്താണ് ഈ x നെഗറ്റീവാണ്, ഞാൻ അങ്ങോട്ടേക്ക് കളയാം അല്ലേ. 4 പോസിറ്റീവ് അങ്ങോട്ട് വരും, അപ്പോൾ നമ്പേഴ്സൊക്കെ ഇങ്ങോട്ട് കളയാം. അപ്പോൾ 3 + 4 ഇങ്ങോട്ട് വരും, ആൻഡ് 2y മൈനസ് x മാറി +x ആയി. ഓക്കെ, അപ്പോൾ ഇത് എനിക്ക് എപ്പോഴും x ഒക്കെ ലെഫ്റ്റിലാണ് താല്പര്യം. അപ്പോൾ ഞാൻ എന്ത് എഴുതി? x + 2y ഇസ് ഈക്വൽ ടു 7. എൻ്റെ ലൈൻ എനിക്ക് കിട്ടി, x + 2y ഇസ് ഈക്വൽ ടു 7. ഇത് ചെയ്താൽ മതി. ഇത് ഞാൻ എന്ത് ചെയ്തു? സ്ലോപ്പ് കണ്ടുപിടിച്ചു, പിന്നെ പോയിന്റ് സ്ലോപ്പ് ഫോം ചെയ്തു. ഇനി 2 സ്ലോപ്പൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതേ സാധനം ഞാൻ ഒന്നും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതല്ലാണ്ട് മെത്തേഡ് x + 2y ഓർമ്മയുണ്ടല്ലോ, നമ്മുടെ ഫോർമുലയിൽ ഡയറക്റ്റ് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഞാൻ മൊത്തം വായിക്കാൻ പോകട്ടോ. 2 പോയിന്റിന് നേരെ കൊണ്ടിട്ട് ഇടാൻ പോവാം. 2 പോയിന്റ് ഫോമിൽ എന്താണ് ഞാൻ പറഞ്ഞത്? y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 ഇസ് ഈക്വൽ ടു y2 മൈനസ് y ഡിവൈഡഡ് ബൈ x2 മൈനസ് x. ഓക്കെ, x1 വേണ്ട, അങ്ങനെ എന്തെങ്കിലും ഇടാം. ഓക്കെ, നമ്മുടെ ജനറൽ നമ്പേഴ്സ്. ഓക്കെ, ഇനി ആൻസർ എന്താ വരിക? നമ്മൾ ആ നമ്പേഴ്സ് ഞാൻ മേലെ കൊടുത്ത 2ഉം 1ഉം അതേപോലെ തന്നെ അനുസരിക്കുക കേട്ടോ. 4 - 2 ഡിവൈഡഡ് ബൈ -1 - 3 ഇസ് ഈക്വൽ ടു 4 - y ഡിവൈഡഡ് ബൈ x2 എന്ന് പറയുമ്പം -1 - 4. ഓക്കെ, -1 - x ആവില്ല കേട്ടോ. അതാണ് ഈ ഫോർമുലയിൽ വെറുതെ കുറേ നമ്പേഴ്സ് ഒരുമിച്ച് ഉപയോഗിക്കുന്നതിൻ്റെ ഒരു കൺഫ്യൂഷനാണ്. ഞാൻ പ്രിഫർ ചെയ്യില്ല, പക്ഷെ എന്നാലും നമുക്ക് ചെയ്യാം. ഇവിടെ മേലെ എന്താണ് കിട്ടുക? 4 - 2 2, താഴെ എന്താണ് കിട്ടുക? -4. നമ്മുടെ സ്ലോപ്പ് ഇതാണ്. സ്ലോപ്പ് നമുക്ക് കിട്ടിയില്ല, -1/2. അതന്നെ. ഇനി എന്താണ്? 4 - yയും -1 - x, -1 - x. ഓക്കെ, ആയിക്കോട്ടെ. ഇനി ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഇതിങ്ങോട്ടും. ഓക്കെ, അത് ക്രോസ് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുക നമുക്ക് നോക്കാം. 2 × -1 - x. ഓക്കെ, ഇസ് ഈക്വൽ ടു -4 × 4 - 5. നിങ്ങളിപ്പോൾ നോക്കുമ്പോൾ ചിലപ്പോൾ നമ്പേഴ്സൊക്കെ വലുതായിരിക്കും, ചെറുതായി വരും കേട്ടോ. 2 × -1 എന്ന് പറയുമ്പോൾ -2, 2 × -x എന്ന് പറയുമ്പോൾ -2x ഇസ് ഈക്വൽ ടു, ശരിക്കും പറഞ്ഞാൽ സിംപ്ലിഫൈ അല്ലേ. ഞാനൊരു ചെറിയൊരു സിംപ്ലിഫിക്കേഷൻ്റെ സ്ഥലം കളഞ്ഞു, അല്ലെ പിന്നെ ഭാവിയിൽ സിംപ്ലിഫൈ ചെയ്യേണ്ടി വരും. ഇത് രണ്ടും നമുക്ക് വെട്ടാം. ഇപ്പോൾ തന്നെ ഇത് രണ്ടും വെട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? -1/2 കിട്ടും. അപ്പോൾ എന്താ ആൻസർ വരിക? -1 × -1 - x ഇസ് ഈക്വൽ ടു 2 ×
2 ഇൻറ്റു 4 മൈനസ് 5. ഓക്കെ, ഇനി നമുക്ക് ഇതാ മൾട്ടിപ്ലൈ ചെയ്യാം. -1 ഇൻറ്റു -1 എന്ന് പറയുമ്പോൾ +1, -1 ഇൻറ്റു -x എന്ന് പറയുമ്പോൾ +x ഇസ് ഈക്വൽ ടു 8 - 2y. ഓക്കെ, 8 - 2y. ഓക്കെ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ സാർ സെയിം അല്ല സാർ അത് തെറ്റി, നമുക്ക് നോക്കാം. ഓക്കെ, 2yനെ ഞാൻ ലെഫ്റ്റിലേക്ക് കളയാണ്. ഓക്കെ, 1നെ ഞാൻ റൈറ്റിലേക്ക് കളയാം കേട്ടോ. ഓക്കെ, അപ്പോൾ എനിക്ക് എന്താ കിട്ടുക ഞാൻ കാണിച്ചു തരാം. ദ ആൻസർ ബിക്കംസ് x + 2y ഇസ് ഈക്വൽ ടു 8 - 1 എത്രയാണ്? 8 - 1 7. അപ്പോൾ x + 2y നമുക്ക് എന്ത് കിട്ടി? നമുക്ക് ആൻസർ കിട്ടി 7. അവസാനം സെയിം ആൻസർ കിട്ടിയില്ല, x + 2y = 7. അപ്പോൾ 2 പോയിൻറ്റ് ഫോം ഉപയോഗിച്ചാലും നിങ്ങൾ പോയിൻറ്റ് സ്ലോപ്പ് ഫോം ബുദ്ധിപൂർവ്വം ഇവിടെ ഉപയോഗിച്ചാലും നിങ്ങൾക്ക് ആൻസർ കിട്ടി. അപ്പോൾ നമ്മളിപ്പം ഏകദേശം എത്ര പഠിച്ചു എന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഇതാ പറഞ്ഞുതരാം, നോക്കി എല്ലാം ശ്രദ്ധിച്ച്. ഹൊറിസോണ്ടൽ കഴിഞ്ഞു, പോയിൻറ്റ് സ്ലോപ്പ് കഴിഞ്ഞു, 2 പോയിൻറ്റ് കഴിഞ്ഞു. ഇനി അതൊക്കെ വളരെ സിമ്പിളാണ്. നമ്മുടെ സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ദ ബെസ്റ്റ് ആൻഡ് മൈ ഫേവറേറ്റ്. നിങ്ങൾക്ക് അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഓരോ ടോപ്പിക്കിൻ്റെ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യനും എല്ലാ ടൈപ്പ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത് നിങ്ങൾ എന്ത് ചെയ്യുക? താഴത്തെ നമ്പർ ഒന്നും കാണില്ലേ, വിളിക്കാം, വാട്സാപ്പ് ചെയ്യാം, വേഗം തന്നെ ജോയിൻ ചെയ്യാം. ഓവർ ലേറ്റ് ആയാൽ ഇതൊന്നും പഠിക്കാനുള്ള സമയം ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പം തന്നെ ജോയിൻ ചെയ്ത് അടിപൊളിയായിട്ട് പഠിക്കാം. എക്സാമിനറുടെ ഫുൾ ക്ലാസ് നിങ്ങൾക്ക് കിട്ടും വിത്ത് സ്റ്റഡി മെറ്റീരിയൽ. ഓക്കെ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അതെല്ലാവരും ഫ്രീ ആണ്. അപ്പോൾ എന്താണേലും ചെയ്യണം. ഓക്കെ, ഇനി സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് വളരെ രസകരമായ കാര്യം. ഓക്കെ, സ്ലോപ്പ് ഇൻ്റർസെപ്റ്റിൽ 2 രീതിയിലുള്ള ചോദ്യം കേട്ടോ വരാം. 2 രീതിയിലാണ് പഠിപ്പിക്കുക, പക്ഷെ നമ്മൾ ഒരെണ്ണം പഠിച്ചാൽ മതി. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ചെരിവ് m കിട്ടി, അത് തരും. അതേപോലെ ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ മക്കൾ ഇത് എല്ലാവർക്കും അറിയാം, ഇത് x ആക്സിസ് ആണ്, ഇത് y ആക്സിസ് ആണ്. x ആക്സിസിൽ മുട്ടുന്നു, ഞാനിപ്പോൾ ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കുകയാണ്. ഓക്കെ, ഞാനിങ്ങനെ ലൈൻ വരച്ചു. x ആക്സിസിൽ മുട്ടുന്നതാണ് നമ്മൾ x ഇൻ്റർസെപ്റ്റ് എന്ന് പറയുക. y ആക്സിസിൽ ഈ ലൈനിൽ മുട്ടുന്ന പോയിന്റ്. ഓക്കെ, ഇതിനെ ചിലപ്പോൾ a എന്ന് വിളിക്കും, ഇതിനെ ചിലപ്പോൾ നമ്മൾ b എന്ന് വിളിക്കും. ഇതെന്താണ്? y ഇൻ്റർസെപ്റ്റ്. ഓക്കെ, വൈനെ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്ന സ്ഥലം, ഇത് എക്സിനെ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്ന സ്ഥലം, അതിനാണ് ഇൻ്റർസെപ്റ്റ് എന്ന് പറയാം. ഇത് പക്ഷേ 2 രീതിയിൽ പറയാം, പക്ഷെ നമ്മളെപ്പോഴും ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പം നമുക്ക് പഠിക്കേണ്ടത് y ഇൻ്റർസെപ്റ്റാണ്. ഓക്കെ, y ഇൻ്റർസെപ്റ്റ് നമ്മൾ പൊതുവേ ഈ ഫോർമുലയിൽ നമ്മൾ ഫിസിക്സിലേക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഇതായിരിക്കും. നമ്മൾ c എന്നുള്ള ആൽഫബറ്റ് ഉപയോഗിക്കുക, c. ഓക്കെ, സ്ലോപ്പ് എമ്മും y ഇൻ്റർസെപ്റ്റ് c ആണെങ്കിൽ ഇങ്ങനെ ഫോർമുല പോവാം. ലൈൻ ഇങ്ങനെ പോകുന്നു കേട്ടോ, ലൈൻ ഇങ്ങനെ പോകുന്നു. y ആക്സിസിനെ സിയിൽ കട്ട് ചെയ്യുന്നു. ഓക്കെ, ഈ c എന്ന് പറയുമ്പോൾ എന്താ? y ആക്സിസ് c എന്ന് പറയുന്ന പോയിന്റ് 0,c കേട്ടോ, 0,c. ഓക്കെ, 0,cയും എമ്മും ആണ് സ്ലോപ്പ്. അങ്ങനെയാണ് ലൈനിൻ്റെ ഫോർമുല ബൈ ഹാർട്ട് പഠിച്ചോ. ശരിക്കും ഇത് പോയിന്റ് സ്ലോപ്പ് തന്നെ വരുന്നത് കേട്ടോ. പോയിന്റ് സ്ലോപ്പ് എന്ന് പറയുമ്പോൾ y മൈനസ്, ഇവിടെ എന്താണ് പോയിന്റ്? y - c ഡിവൈഡഡ് ബൈ x - 0. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടി? നമുക്ക് കിട്ടി mx × 0. അപ്പോൾ എന്താണ്? y - c. ഈ y - c എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ടേക്ക് കളയാം. അപ്പോൾ mx + c കിട്ടി, ഇനി y. ഓക്കെ, ഇനി ഇത് തിരിച്ചൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ y mx + c കിട്ടി. അപ്പോൾ ഇവിടെ നിന്നാണ് ഫോർമുല വരുന്നത്. നമ്മുടെ എല്ലാം പഠിച്ച ഒരു ഫോർമുലയിൽ നിന്നാണ് മൊത്തം y mx + c. ഇതാണ് നമ്മുടെ പോയിന്റ് സ്ലോപ്പ്. അല്ല, പോയിന്റ് സ്ലോപ്പിൻ്റെ വേറൊരു ഭാഗമാണ്. എന്താണ് ഇതിനെ പറയുക? നമ്മുടെ സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ്. ഓക്കെ, അപ്പോൾ എക്സും ഉണ്ട് വൈയും ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ m എന്ന് പറയുന്നത് എന്താണ്? സ്ലോപ്പും. ഓക്കെ, ആൻഡ് c എന്ന് പറയുന്നത് എന്താണ്? y ഇൻ്റർസെപ്റ്റ് കേട്ടോ. y ആക്സിൽ അവിടെ കട്ട് ചെയ്യുന്നു. ഓക്കെ, ഏറ്റവും സിമ്പിൾസ് ആണ്. y mx + c, mx + c. ഏറ്റവും കൂടുതൽ ഏറ്റവും കോമൺ ഫിസിക്സിലൊക്കെ ഉപയോഗിക്കുന്ന ലൈനിൻ്റെ ഫോർമുലയാണിത്. ഓക്കെ, എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് സ്ലോപ്പാണ്. സിമ്പിളായിട്ട് കിട്ടി. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദ ലൈൻ വിത്ത് സ്ലോപ്പ് 2. സ്ലോപ്പ് 2 എന്ന് പറയുമ്പോൾ m2 ആണ്. ആൻഡ് ഇവിടെ നോക്കിയാൽ y ഇൻ്റർസെപ്റ്റ് എന്ന് പറയുമ്പോൾ c = 4. നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ ഹാർട്ട് ചെയ്യുന്ന കാര്യമുള്ളൂ. y mx + c. ഓക്കെ, നോക്കിയാൽ ചെയ്തേ, y m എന്ന് പറയുമ്പോൾ 2x + 4 കഴിഞ്ഞു. ആൻസർ 2x + 4. ഇവിടെ എന്താണ്? 2 ആണ് സ്ലോപ്പ്, 4 ആണ് y ഇൻ്റർസെപ്റ്റ്. x ഇൻ്റർസെപ്റ്റ് എന്ന് ചെയ്യാൻ പറ്റില്ല, വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയി. ഓക്കെ, അപ്പോൾ നിങ്ങൾ പോയിന്റ് സ്ലോപ്പ് കഴിഞ്ഞു, 2 പോയിന്റ് കഴിഞ്ഞു, ആൻഡ് ഈ സാധനം കഴിഞ്ഞു. അപ്പോൾ നമുക്കൊന്ന് ടിക്ക് ഇടണം, എന്നാലും നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ നമ്മൾ സ്ലോപ്പ് ഇൻ്റർസെപ്റ്റും കഴിഞ്ഞു. ഇനി ഇൻ്റർസെപ്റ്റ്, ഓർ ഐ വുഡ് ലൈക്ക് ടു കോൾ ഇറ്റ് ഡബിൾ ഇൻ്റർസെപ്റ്റ് അല്ലെങ്കിൽ 2 ഇൻ്റർസെപ്റ്റ് ഫോം. പിന്നെ ഒരു ജനറൽ ഫോമുണ്ട്, ജനറൽ റൈറ്റിംഗ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ടൈപ്പിലേക്ക് പോവാണ് 2 ഇൻ്റർസെപ്റ്റ് ഫോം. പക്ഷേ നമ്മൾ പൊതുവെ അതിനെ ഇൻ്റർസെപ്റ്റ് എന്നാണ് വിളിക്കുക. ഓക്കെ, ഇൻ്റർസെപ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ ഒരു ലൈൻ എക്സ് ആക്സിസിനെയും വൈ ആക്സിസിനെയും എവിടെ കട്ട് ചെയ്യാന്ന് പറയും. ഓക്കെ, 2 ഇൻ്റർസെപ്റ്റ്, ഡബിൾ ഇൻ്റർസെപ്റ്റ് ആണ് പറയും. ലെറ്റ്സ് ഇങ്ങനത്തെ ഒരു ലൈനാണ്. ഓക്കെ, എക്സ് ആക്സിസിന് നമുക്ക് എ എന്നുള്ള പോയിന്റും വൈ ആക്സിന് ബി എന്നുള്ള പോയിന്റുമാണ് കൂട്ടിമുട്ടുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി അതിൻ്റെ നിങ്ങൾക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ 2 പോയിന്റ് ഫോമിൻ്റെ വേറെ രീതി കേട്ടോ. ഇത് a,0, ഇതെന്താണ്? b, ഓക്കെ, ഇനി നിങ്ങളിത് 2 പോയിന്റ് ഫോമിൽ ഇട്ടാൽ നിങ്ങൾക്ക് കിട്ടും m = എന്താ? നിങ്ങൾക്ക് ഇതിൻ്റെ സ്ലോപ്പ് ആദ്യം കണ്ടുപിടിച്ചേ. y2 എന്താണ് ഇതിൻ്റെ സ്ലോപ്പ്? y2 നമുക്ക് 0 കൊടുക്കാം. 0 - b / a - 0 വിച്ച് ഈസ് -b/a. സ്ലോപ്പ് കിട്ടി.
ഇനി ഇതിലൊരു പോയിന്റ് ഞാൻ എടുക്കുകയാണ് എക്സ് കോമ വൈ. ഓക്കെ, ഇതിൻ്റെ ഡെറിവേഷൻ ഒന്നും പഠിക്കേണ്ട, നിങ്ങൾ നോക്കി വെച്ചാൽ മതി. ഓക്കെ, ഇതാ നോക്കിയാൽ എം ഇസ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ, സ്ലോപ്പ് ഇസ് ഈക്വൽ ടു, നിങ്ങൾ ഇതേ സാധനം എക്സ് വൈ കൊണ്ട് ഇടാം. ശരിക്കും പറഞ്ഞാൽ അവസാനം കിട്ടുന്ന ഞാൻ കാര്യം പറഞ്ഞാൽ ഏറ്റവും സിമ്പിൾ സാധനം എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഇസ് ഈക്വൽ ടു 1. എന്തൊരു ബ്യൂട്ടിഫുൾ ഫോർമുല അല്ലേ. എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഇസ് ഈക്വൽ ടു 1. നമുക്കൊരു അടിപൊളി പെട്ടി കിട്ടിയായിരുന്നു, നല്ലായിരുന്നു. ഓക്കെ, ഇതിൽ ശ്രദ്ധിക്കേണ്ടത് റൈറ്റ് സൈഡിൽ എപ്പോഴും 1, അപ്പുറത്തെ സൈഡിലാണ് 1. ഇനി നോക്കിയേ, എ എന്ന് പറയുമ്പോൾ എന്താണ്, എ എന്ന് പറയുമ്പോൾ എക്സിനെ എവിടെയാണോ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നത്, എക്സ് ഇൻ്റർസെപ്റ്റ്, അതേപോലെ വൈൻ്റെ താഴെയുള്ള ബി ഇസ് ഈക്വൽ ടു വൈ ഇൻ്റർസെപ്റ്റ്. ഓക്കെ, വൈ ഇൻ്റർസെപ്റ്റ് ഇതും കിട്ടി. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വളരെ സിമ്പിൾ. ഓക്കെ, ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദ ലൈൻ വിച്ച് മേക്സ് ഇൻ്റർസെപ്റ്റ്സ് 2 and 10 -10 ഓൺ എക്സ് ആൻഡ് വൈ ആക്സിസ് റെസ്പെക്റ്റീവ്ലി. അപ്പം എ എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ 2, അതാണ് എക്സ് ആക്സിസിൻ്റെ ഇൻ്റർസെപ്റ്റ്. ബി എന്ന് പറയുമ്പോൾ -10, അതാണ് വൈ ആക്സിസിൻ്റെ ഇൻ്റർസെപ്റ്റ്. നമുക്ക് ഫോർമുല അറിയാം, എല്ലാവർക്കും അറിയുന്ന പോലെ എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഇസ് ഈക്വൽ ടു 1. ഓക്കെ, സിംപ്ലസ്റ്റ് ഫോർമുല എക്സ് ബൈ 2 പ്ലസ് വൈ ബൈ -10 ഇസ് ഈക്വൽ ടു 1. ഓക്കെ, ഇനി അതൊന്നുകൂടി വൃത്തിയാക്കുക, വൈ ബൈ -10 ആണ് ഇസ് ഈക്വൽ ടു 1. ഇതൊന്നും കൂടി വൃത്തിയാക്കിയാൽ നമുക്ക് ആ മൈനസ് മേലെ എടുത്തിടാം. അപ്പോൾ ആൻസർ എന്തിട്ടും എക്സ് ബൈ 2 മൈനസ് വൈ ബൈ 10 ഇസ് ഈക്വൽ ടു 1. നമ്മുടെ ഫോർമുല കഴിഞ്ഞു, ആൻസർ കിട്ടി. ഇതാണ് നമ്മുടെ 2 ഇൻ്റർസെപ്റ്റ് ഫോം അല്ലെങ്കിൽ ഇൻ്റർസെപ്റ്റ് ഫോം. അതോടെ നമുക്ക് ഫോംസ് ഓഫ് ലൈനിലുള്ള ഓക്കെ എന്ത് ടൈപ്പ് ഫോം നിങ്ങൾ ആൻസർ ചെയ്യാൻ റെഡിയായി. ഓക്കെ, ഇനി നിങ്ങൾക്ക് ജനറൽ ഫോമിൻ്റെ കുറേ ക്വസ്റ്റ്യൻസും എങ്ങനെ ജനറൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്ന് അറിയണമെങ്കിൽ ഒരു കമൻറ്റ് ലീവ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. ഇത് തന്നെ പഠിച്ചാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് എക്സ്ട്രാ പഠിത്തമൊന്നും വേണ്ട, എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ചെയ്യാം. പക്ഷേ എഫേർട്ട് വേണം. നിങ്ങൾ കമൻറ്റ് ചെയ്യുകയും ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ആൻഡ് ജനറൽ ഫോമിൻ്റെ എല്ലാ ടൈപ്പ് വീഡിയോസും വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ ചെയ്യുന്നതായിരിക്കും. സോ അത്രയും നേരത്തേക്ക് നിങ്ങൾ ലൈവൊക്കെ കാണാം 7:30 ആൻഡ് മാക്സിമം ഷെയർ ചെയ്യുക മക്കളെ. സ്ട്രെയിറ്റ് ലൈൻസിലെ എല്ലാ ടൈപ്പ് ഫോർമുല ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഇനി പ്രാക്ടീസ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് PYQs പ്രാക്ടീസ് ചെയ്യുക. അതിനുവേണ്ടി വേണം അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ സ്വന്തം നന്നായിട്ട് പഠിക്കാം. സോ മക്കളെ, ടാറ്റ, ബൈ ബൈ, സീ യു.